ഇന്ന് എൻ്റെ കൂടെ രമ്യ സുരേഷാണ്. വെൽക്കം ടു ദി ഷോ. താങ്ക് യു. എനിക്കറിയുന്ന കാര്യം ഇതാണ്, കല്യാണത്തിന് ശേഷം സിനിമയിലേക്ക് വരികയും സിനിമ എന്ന ആഗ്രഹം ഉണ്ടാകാണ്ടിരുന്ന ഒരു നേഴ്സിംഗ് നേഴ്സ് എന്ന് പറയുന്ന ആള് എങ്ങനെയാണ്, എപ്പോഴാണ് ഇത് സംഭവിച്ചത്? അതിപ്പോ എനിക്ക് തോന്നുന്നു നീ ഒഴിച്ച് ബാക്കി എല്ലാം മലയാളി. അത് ശരി. ശരിക്കും ഈ ആൾക്കാർ ഇൻസൾട്ട് ചെയ്ത ആൾക്കാർ തന്നെ എന്നെ ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്നത്, ഇത് സെറ്റാക്കി എടുത്ത ഒരു ആർട്ടിസ്റ്റ് എന്നിൽ ഉണ്ടെന്നുള്ളത് ഒരു ബോധം ഈ ആൾക്കാർ തന്നെ വരുത്തിയത്. ഓക്കെ, പോകുന്നുണ്ട്. ഇപ്പൊ വെളിയിൽ നിന്നൊക്കെ നമ്മുടെ മലയാളം ഭയങ്കരമായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടെ. അപ്പോൾ വെളിയിൽ നിന്നുള്ള ഒരുപാട് ആളുകൾ നമ്മളെ വിളിക്കാറുണ്ട്, കോണ്ടാക്ട് ചെയ്യാറുണ്ട്. ആ രീതിയിലേക്ക് പേടിയുള്ള ഏതെങ്കിലും ലാംഗ്വേജ് ഉണ്ടോ? മീൻസ് പോകാം. ഏതാ അത്? ഹിന്ദി. हमारा देशी भाषा में क्या ഇതെന്ന് പറഞ്ഞാൽ എനിക്ക് ഞാൻ ശരിക്കും ചെയ്ത ക്യാരക്ടേഴ്സ് ഒന്നും എന്റെ സ്വഭാവമുള്ളവരല്ല. ശരിയാ. അതെ, ഞാൻ നേരെ ഓപ്പോസിറ്റ് ആണ്. ഒരു ഹാപ്പി ഗോ പേഴ്സൺ ആണ്. എനിക്കത് എന്നെ നോർമലി ഇപ്പൊ എന്നെ കാണുമ്പോഴേക്കും സുന്ദരിയാണെന്നൊന്നും അങ്ങനെ ആരും പറയത്തില്ല. പക്ഷേ ഈ സിനിമയിൽ വന്നതിന് ശേഷം എന്റെ ആ ക്യാരക്ടറുകളെല്ലാം കണ്ടിട്ട് വന്നിട്ട് ഇപ്പൊ സിനിമയിൽ കാണാൻ ഭയങ്കര സുന്ദരിയാട്ടോ. അത് കേൾക്കുമ്പോൾ അന്യഭാഷയിൽ എനിക്ക് ഇഷ്ടം തമിഴിലൊരു ഡ്രീം പ്രോജക്ട് ഓണമായിട്ടുണ്ടല്ലേ? ആ പേടിച്ചു പറയുന്നത്. ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഒരുപാട് ചിരിക്കുന്ന ഒരാളാണ്. പക്ഷെ സിനിമയിൽ എല്ലാവരുടെ മുഖം ആദ്യം കരച്ചിലാണ് വരുന്നതെന്നാണ് ഇപ്പോഴത്തെ പരാതി. അതൊക്കെ മാറും, നല്ല ഇത് വരും എന്നുള്ള എൻ്റെ പ്രതീക്ഷ. കാരണം നല്ലൊരു ആർട്ടിസ്റ്റാണ്. അപ്പോൾ വെസറ്റൈലായ ഒരു ആർട്ടിസ്റ്റ് തന്നെ വിളിക്കേണ്ട ഒരാളാണ് രമ്യ ചേച്ചി. സോ എങ്ങനെ പോകുന്നു? എന്തുണ്ട് വിശേഷം? നന്നായി പോകുന്നു. എന്താണ് പുതിയ സിനിമ? ഏതാണ് നമ്മൾ ഇനി വരാൻ പോകുന്നത്? ഇനി ഇറങ്ങാൻ പോകുന്ന ഈ മാസം 28-ന് കുണ്ടലപുരാണം. കുണ്ടലപുരാണം. കുണ്ടലപുരാണം പണ്ടൊരു കുണ്ടലത്തിന്റെ കഥ നമുക്കറിയാം, കർണന്റെ കുണ്ടലം. ഇതെന്താണ് ഉദ്ദേശിക്കുന്നത്? ഇത് എന്റെ മോളുടെ കുണ്ടലം. അതുമായി ബന്ധപ്പെട്ട ഒരു സിനിമയാണ്. അതുണ്ട്, കുണ്ടലത്തിന്റെ വിശേഷങ്ങളുണ്ട്. പിന്നെ ഒരു കിണറിനെ സംബന്ധിച്ച് അതിനെ ചുറ്റിപ്പറ്റിയാണ് കഥ പോകുന്നത്. ഓക്കെ, രമ്യ ചേച്ചിയെ പറ്റി ഞാൻ എല്ലായിടത്തും നോക്കിയപ്പോൾ ഒരു വീഡിയോയും ദുബായും ആണ് ഏറ്റവും കൂടുതൽ എനിക്ക് കേൾക്കാൻ പറ്റിയ സാധനം. അപ്പൊ എനിക്കറിയേണ്ട കാര്യം ഇതാണ്, കല്യാണത്തിന് ശേഷം സിനിമയിലേക്ക് വരികയും സിനിമ എന്ന ആഗ്രഹം ഉണ്ടാകാണ്ടിരുന്ന ഒരു നേഴ്സ് എന്ന് പറയുന്ന ആള് എങ്ങനെയാണ്, എപ്പോഴാണ് ഇത് സംഭവിച്ചത്? അതിപ്പോ എനിക്ക് തോന്നുന്നു നീ ഒഴിച്ച് ബാക്കി എല്ലാം മലയാളി. അത് ശരി. അവിടെ അങ്ങനെയൊന്നും ഇഷ്ടമൊന്നുമില്ലായിരുന്നു. പിന്നെ സായിരുന്നു. പിന്നെ ഇങ്ങനെ ഞാൻ ചുമ്മാ ഒരു പാട്ടൊക്കെ പാടി സാധനം ഭയങ്കര വൈറലായി. അങ്ങനെ അതിൽ നിന്ന് ഓഡിഷൻ ചെയ്ത് അങ്ങനെ സിനിമയിലോട്ട് വന്ന്. സിനിമ എന്താണെന്നും അറിയില്ല. ആദ്യത്തെ ഒരു സിനിമ ചെയ്തു, തിരിച്ചു പോയി. പിന്നെ അടുത്ത വർഷത്തെ വെക്കേഷന് വീണ്ടും നാട്ടിൽ വന്നു. അപ്പോഴാണ് ആ സിനിമ മറ്റേ ആദ്യം ചെയ്ത സിനിമ റിലീസ് ആവുന്നത്. അത് സത്യസാറ് കണ്ടായിരുന്നു. അങ്ങനെ സത്യസാറ് കണ്ടു. അതെ, അങ്ങനെയാണ് രണ്ടാമത്തെ പടത്തിലോട്ട്. അപ്പോൾ രണ്ടാമത്തെ പടം കൂടി വന്നു കഴിഞ്ഞപ്പോൾ ഒരു ധൈര്യം, ഒരു ഇൻട്രസ്റ്റ്, ഒരു ഇഷ്ടമൊക്കെ തോന്നി. അപ്പൊ പിന്നെ നിൽക്കാമെന്ന് തോന്നി. പക്ഷെ നമ്മൾ അവിടെ ആയതുകൊണ്ട് എങ്ങനെയാണ് എന്നുള്ളൊരു സാധനം ഉണ്ടാകും. പിന്നെ സത്യസാറിന്റെ സംസാരത്തിൽ തന്നെയാണ് എനിക്ക് നാട്ടിൽ വരണമെന്ന് തോന്നിയതും വന്നപ്പോഴൊന്നും ആർക്കും അറിയാൻ പറ്റില്ല. കാരണം 2 വർഷം കഴിഞ്ഞില്ലേ, അപ്പം ആൾക്കാർ മറന്നു. ചോദിച്ചപ്പോൾ ഞാൻ ഇവിടെ ഇല്ല, ദുബൈയിലാന്ന് പറഞ്ഞപ്പോൾ പിന്നെ വിളിക്കത്തില്ല. അങ്ങനെ വീണ്ടും ഓഡിഷന് പോയി. പാവം ചേത്ര കല്ലറേട്ട ചെയ്തു. പിന്നെ അടുത്ത ഓഡിഷന് പോയി, പടവെട്ട് ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ പടങ്ങൾ വന്നു. ഓക്കെ, നമ്മളിപ്പോ ചൂസ് ചെയ്യുക എന്നുള്ളൊരു ഇതിലേക്ക് എത്തിയിട്ടുണ്ട്. എന്നാലും ചൂസ് ചെയ്തോണ്ട് ഞാൻ വീട്ടിൽ ഇരിക്കത്തേ ഉള്ളൂ. കാരണം വരുന്നല്ലോ ഒരേപോലത്തെ പ്രത്യേകിച്ച് ചൂസ് ചെയ്യാനില്ല. എന്നാലും നിലനിൽക്കുക എന്നുള്ളതുണ്ടല്ലോ സിനിമയിൽ. അതൊരു വൻ പരിപാടിയാണ്. അതിപ്പോ ചെയ്യുന്നുണ്ട് ശരിക്കും. ഓക്കെ, അത് നല്ല കാര്യമാണ്. എനിക്ക് തോന്നുന്നു ഒരു സിനിമയിലേക്ക് ഇൻസൾട്ടഡ് ആയി അത്രത്തോളം താഴ്ന്നിട്ടാണ് നമ്മൾ ആ സിനിമയ്ക്ക്. അതൊരു കോൺഫിഡൻസ് ആണ്. ഞാൻ ആ വീഡിയോ തന്നെ നിങ്ങൾക്ക് അയച്ചു തരാം എന്നുള്ള സംഭവം പറഞ്ഞു. അതായത് അങ്ങനെ ഇതായി ബ്ലാക്ക് മാർക്ക് പോലെ വന്ന ഒരു സാധനം തന്നെ നമ്മുടെ പോസിറ്റീവായിട്ട്, അല്ലെങ്കിൽ ഇതിൽ നിന്ന് എനിക്ക് കയറാൻ പറ്റുമെന്ന് പറഞ്ഞത് അയച്ചു കൊടുത്തു. ആ വീഡിയോയിൽ നിന്നാണ്. പിന്നെ അത് എത്രമാത്രം എടുത്തു, ഒരു ആർട്ടിസ്റ്റ് മോൾഡ് ചെയ്യപ്പെടുകയായിരുന്നു അവിടെ. ശരിക്കും ആളുകൾ ഇത്രയും ഇൻസൾട്ടൊക്കെ ചെയ്തപ്പോഴും അതിൻ്റെ അടിയിൽ ഒന്ന് കമൻറ്റ് ചെയ്യുമ്പോഴൊക്കെ എത്ര നാളെടുത്തു അതിൽ നിന്ന് വെളിയിൽ വന്ന് സിനിമ എന്ന സാധനത്തെ ക്ലിക്ക് ചെയ്യാൻ? ശരിക്കും ഈ ആൾക്കാർ ഇൻസൾട്ട് ചെയ്ത ആൾക്കാർ തന്നെ എന്നെ ഇങ്ങനെ പ്രൊമോട്ട് ചെയ്തത്, ഇത് സെറ്റാക്കി എടുത്ത ഒരു ആർട്ടിസ്റ്റ് എന്നിൽ ഉണ്ടെന്നുള്ളത് ഒരു ബോധം ഈ ആൾക്കാർ തന്നെ വരുത്തിയത്.
ഇൻസൾട്ട് ചെയ്ത് അങ്ങനെ ഡൗൺ ആയിട്ടിരുന്നെങ്കിലും അതേ ആൾക്കാർ അതേപോലെ തന്നെ ആൾക്കാർ ഇത് ഉണ്ടായിരുന്നു. ചെയ്യാൻ പറ്റും, സിനിമ ചെയ്യാൻ പറ്റും, ഉം. അതിനുള്ളൊരു കഴിവുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാനിരുന്ന് ചിന്തിച്ചു. അപ്പോഴാണ് എനിക്ക് അങ്ങനെ ഒരു ചിന്ത വന്നത് പോലും. അപ്പൊ ചെയ്യാമായിരിക്കും. ഓഡിഷന് പോയി സെലക്ട് ആകുമ്പോഴും എനിക്ക് അതിശയമാണ്. കിട്ടുമ്പോഴും ഞാൻ ചെയ്യുന്നതൊക്കെ ശരിയാണോ, ഇങ്ങനെയാണോ ചെയ്യേണ്ടത് എന്നുള്ളൊരു സാധനമായിരുന്നു. പിന്നെ പിന്നെ ഓരോന്നും കഴിയുമ്പോഴാണ് ഓക്കെ ഇങ്ങനെയാണ് അങ്ങനെയാണ് എന്നുള്ളൊരു ഇത് വന്നതും. അത് ഓക്കെ. ഈ സിനിമകൾ ഒരുപാട് നമുക്ക് തേടിയെത്തുമ്പോൾ നമ്മൾ ഓരോ പ്രാവശ്യം ആർട്ടിസ്റ്റ് എന്ന രീതിയിൽ മാറിക്കൊണ്ടിരിക്കണം. സിനിമ ഇങ്ങനൊരു ഇവിടുന്ന് തന്നെ നമ്മളൊരു സിനിമയിലേക്ക് മാറിയത് കൊണ്ട് തന്നെ ഇതിനകത്ത് ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച് ഇവോൾവ് ആകേണ്ടതുണ്ട്, ക്യാരക്ടറുകൾ പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ ആ സംഭവം ഒരു ഫ്രഷറിനെ സംബന്ധിച്ച് അയാളുടെ മനസ്സിലുള്ള കുറേ കാര്യങ്ങളുണ്ടാവില്ല. ആദ്യമായിട്ട് ചെയ്യുമ്പോൾ ഞാൻ ഇത് ഇങ്ങനെ ചെയ്യാം, 2-3 സിനിമ കഴിയുമ്പോഴത്തേക്കും ഇങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല, വേറെ മാറ്റി പിടിക്കണം. ആ ഒരു ലേണിങ് എങ്ങനെയാണ് ശരിക്കും സോമ ചേച്ചി എടുക്കുന്നത്? അതിപ്പം എനിക്ക് പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ എല്ലാം ഒരേപോലത്തെ ക്യാരക്ടർ ആയിരിക്കും. ദാരിദ്ര്യമായിരിക്കും, അല്ലെങ്കിൽ കരച്ചിലായിരിക്കും, അങ്ങനെ സാധനം. പക്ഷെ അതിനകത്ത് തന്നെ ആ ക്യാരക്ടേഴ്സിന് വ്യത്യസ്തമായ ഒരു, ചിലത് നിങ്ങൾ അലറിക്കരയുന്ന ഒരു ക്യാരക്ടറായിരിക്കും, ചില ഭയങ്കര സട്ടിലായിട്ട് ചെയ്യുന്നതായിരിക്കും, ചിലതിൽ ഭയങ്കര സ്നേഹമുള്ള എന്നാ അവസ്ഥകൾ കൊണ്ട് ഇങ്ങനെ വയലന്റ് ആകുന്ന ഒരു സാധനമായിരിക്കും. അതിൽ എല്ലാത്തിനും വ്യത്യാസമുണ്ട്. അപ്പൊ ആ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരുത്തിയാൽ തന്നെ ക്യാരക്ടറിന് വ്യത്യാസം വരും. ആ ഒരു സ്ട്രാറ്റജി തന്നെയാണ്. എനിക്കറിയാം ഒരുപാട് വ്യത്യസ്തമായ ക്യാരക്ടറുകൾ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പം അങ്ങനെ ഒരാളെ സംബന്ധിച്ച് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് ഈ കഥകൾ ചൂസ് ചെയ്യുന്നതിലും നമ്മളിലേക്ക് നമ്മൾ ഉണ്ടെന്നുള്ള കാര്യം ആൾക്കാരെ അറിയിക്കുകയും കൂടെ ചെയ്യണമല്ലോ. നമ്മുടെ സിനിമകളാണ് ആളുകൾ കാണുന്നത്. അപ്പം അതിൽ നിന്ന് മാറ്റി ചിന്തിക്കണമെങ്കിൽ നമ്മൾ തന്നെ കൊടുക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും എഫോർട്ട് ഇടാറുണ്ടോ? ഇത് വരാത്ത ഒരു പാടേ ഉള്ളൂ. എനിക്ക് ആഗ്രഹമുണ്ട്. എനിക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണ്, എനിക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് പറയുക എന്നുള്ളതേ ഉള്ളൂ. ഞാൻ ഏത് പ്ലാറ്റ്ഫോം കിട്ടിയാലും പറയാറുണ്ട്. പിന്നെ എനിക്ക് ഈ പറഞ്ഞ പോലെ ഓഡിഷൻ ആണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഞാനത് ചെയ്യും. പക്ഷെ അതേസമയം ഒരാളോട് എനിക്കും കൂടെ ഒന്ന് നോക്കണേ, അല്ലെങ്കിൽ ഇന്നത് ചെയ്യാൻ, അങ്ങനെ പറയാൻ എനിക്കൊരു ഭയങ്കര മടിയാണ്. പിന്നെ അതുപോലെ ഇപ്പൊ നല്ല ക്ലോസ് ആയി കഴിയുമ്പോൾ ഞാൻ വെറുതെ അടുത്ത് കഴിയുമ്പോൾ നോക്കണം കേട്ടോ, സ്റ്റണ്ട് പരിപാടിയൊക്കെ നമ്മൾ സെറ്റാണ്. ഇങ്ങനെ ഈ ഒരു രീതിയിൽ അവരെ ശല്യം ചെയ്യുന്ന പോലെ അല്ല. ഇല്ല ഫോൺ വിളിച്ച് വല്ല സിനിമ വല്ലതും ഉണ്ടോ എനിക്ക് അങ്ങനെയും പറയില്ല. പക്ഷെ ഇപ്പൊ നമ്മളിങ്ങനെ കൂട്ടായി കഴിയുമ്പോൾ മറ്റേ സാധനം ചെയ്യുകയാണെങ്കിൽ എനിക്ക് പറ്റിയുണ്ടെങ്കിൽ നോക്കണേ, അങ്ങനെ പറയും. അങ്ങനെ 2-3 പേരോടൊക്കെ പറഞ്ഞിട്ടുണ്ട് അവര്. അപ്പൊ എന്നോട് നമുക്ക് ഒരു സാധനം ചെയ്യാം, നമുക്ക് വേറെ സാധനം ചെയ്യാം. ഫൈറ്റൊക്കെ ചെയ്യുമല്ലോ അല്ലേ, ആരെ ഇടിക്കണം പറയാൻ. ഏത് തരത്തിലുള്ള ക്യാരക്ടേഴ്സും ഓപ്പൺ ആണ്, ശരിക്കും ഓപ്പൺ ആണ്. ഞാൻ എന്താ പറയുക, സോഷ്യൽ മീഡിയ നോക്കിയപ്പോൾ അതിനകത്ത് വേറൊരു രമ്യ ചേച്ചിനെ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. സോ അത് എത്രമാത്രം ഹെൽപ്ഫുള്ളാണ്, രമ്യ എന്ന ആർട്ടിസ്റ്റിനെയും പേഴ്സണെയും എത്രമാത്രം മോൾഡ് ചെയ്യുന്നുണ്ട്? മീൻസ് സ്റ്റൈലിങ്ങിൻ്റെ കാര്യമാണ് ഞാൻ ഉദ്ദേശിച്ചത്. എങ്ങനെയാണ് ആ പരിപാടി? സ്റ്റൈലിംഗ് പരിപാടിയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് പണ്ട് തൊട്ട്. ഏത് നേഴ്സായിരുന്നപ്പോൾ തന്നെ? നേഴ്സ് പിന്നെ മീൻസ് ക്രിസ്ത്യാനി പിള്ളേരുകളാ കൂടുതൽ. അപ്പൊ അവര് ഓൾറെഡി ഇച്ചിരി നല്ല മോഡേൺ ആയിട്ടൊക്കെയാണല്ലോ വരുന്നത്. അപ്പൊ അതിൽ നിന്നൊക്കെ നമ്മൾ പ്രചോദനം ഉൾക്കൊള്ളുമായിരുന്നു. സിനിമ ഇതെന്ന് പറഞ്ഞാൽ എനിക്ക്, ഞാൻ ശരിക്കും ചെയ്ത ക്യാരക്ടേഴ്സ് ഒന്നും എന്റെ സ്വഭാവമുള്ളവരല്ല. ശരിയാ, ഞാൻ നേരെ ഓപ്പോസിറ്റ് ആണ്. ഒരു ഹാപ്പി ഗോ പേഴ്സൺ ആണ്. എനിക്ക് ചിരിച്ചു കറിച്ചു മറിഞ്ഞ് നടക്കാൻ എനിക്കിഷ്ടം. ചെയ്യുന്നതെല്ലാം ഭയങ്കര, അതുപോലെ എനിക്ക് ഭയങ്കര എപ്പോഴും നല്ല യങ് ആയിട്ടിരിക്കാൻ ഇഷ്ടമുള്ള ആളാണ്. അങ്ങനെ ഇരിക്കത്തില്ല നമ്മളെപ്പോഴും, അല്ല മനസ്സുകൊണ്ടിരിക്കാൻ. പക്ഷെ എന്റെ ക്യാരക്ടേഴ്സ് എല്ലാം ഭയങ്കര ഓൾഡാണ്. പിന്നെ എന്നാ അധികം മീൻസ് ഇപ്പൊ ഞാൻ ഒരു ഉദ്ഘാടനം കഴിഞ്ഞിട്ട് വന്നോണ്ട് എങ്ങനെ ഇരിക്കണം. കോട്ടയത്ത്. അപ്പൊ അങ്ങനെയുള്ള മേക്കപ്പ്, ഇത് മുഖത്തെ അല്ല ഞാൻ ഉദ്ദേശിച്ചത്, കോസ്റ്റ്യൂമിലൊക്കെ എനിക്ക് ഭയങ്കര ശ്രദ്ധ വെക്കാനൊക്കെ ഇഷ്ടമാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു ക്യാരക്ടറും അല്ല ഞാൻ സിനിമയിൽ ചെയ്യുന്നത്. അപ്പൊ എനിക്ക് അത് ക്യാരക്ടറിനെ ഉൾക്കൊള്ളാനൊന്നും വലിയ പ്രശ്നമൊന്നുമില്ല. ഞാൻ ചോദ്യത്തായിരുന്നു സ്റ്റൈലിംഗ് എത്രമാത്രം നമ്മളെ ഇതിനെ പാകപ്പെടുത്തുന്നുണ്ടെന്ന്, ആർട്ടിസ്റ്റ് എന്ന രീതിയിലും വെളിയിലേക്ക് നമ്മുടെ ഒരു അപ്പിയറൻസും കൂടെ ഉണ്ടല്ലോ. നമ്മൾ വെളിയിലേക്ക് ചെല്ലുമ്പോൾ, ഞാൻ വെളിയിലോട്ട് ചെല്ലുമ്പോൾ എല്ലാവരും നിങ്ങളായിരുന്നു, അയ്യോ എന്നോട് എത്ര പേര് പറഞ്ഞിട്ടുണ്ടെന്ന് അറിയാം. എനിക്കത് എന്നോട് നോർമലി ഇപ്പൊ എന്നെ കാണുമ്പോഴേക്കും സുന്ദരിയാണെന്നൊന്നും അങ്ങനെ ആരും പറയത്തില്ല.
പക്ഷേ ഈ സിനിമയിൽ വന്നതിന് ശേഷം എന്റെ ആ ക്യാരക്ടറുകളെല്ലാം കണ്ടിട്ട് വന്നിട്ട് ഇപ്പൊ പറഞ്ഞു സിനിമ കാണാൻ ഭയങ്കര സുന്ദരി കേട്ടോ. അത് കേൾക്കുമ്പോൾ സാറേ. അപ്പൊ നമുക്ക് കൂടുതൽ സ്റ്റൈൽ ശ്രദ്ധിക്കാൻ തോന്നും. ഓക്കെ ഓക്കെ. അപ്പം ആ മേഖലയിൽ കൈവച്ച് തുടങ്ങിയിട്ടുണ്ടോ? മീൻസ് ശരിക്കും ഈ സിനിമയ്ക്കപ്പുറം ഒരു ബിസിനസ് സാധ്യതകളും ഉണ്ടല്ലോ. അങ്ങനെ അതൊന്നും എനിക്ക് അങ്ങനെ തോന്നില്ല. പക്ഷെ എനിക്കിപ്പോ എന്റെ കയ്യിലുള്ള കോസ്റ്റ്യൂം തന്നെ സ്റ്റൈൽ ചെയ്തിടാൻ എനിക്ക് ഇഷ്ടമാണ്. ഓ മീൻസ് എന്താ പറയാ, ഒരു ടീഷർട്ടോ അല്ലെങ്കിൽ ഒരു ടോപ്പോ, അപ്പൊ അതിനൊരു ബെൽറ്റ് ഇടാം, അല്ലെങ്കിൽ അതിന് ചെറിയ ഉടുപ്പാക്കി ഇടാം. അങ്ങനെയൊക്കെ എന്റെ കയ്യിലുള്ളത് തന്നെ വെച്ച് അങ്ങനെ എന്റെ കോസ്റ്റ്യൂം ഞാൻ തന്നെ ഡിസൈൻ ചെയ്യുന്നതാണോ? മീൻസ് അല്ല, ബിസിനസ് അങ്ങനത്തെ സംഭവമൊന്നുമില്ല. ബിസിനസ് ഒക്കെ ചെയ്ത് ഞങ്ങൾ പൊട്ടി ആവശ്യമായ ആൾക്കാരാ. അതുകൊണ്ട് ബിസിനസ് ഒന്നും കേൾക്കുമ്പോഴേ പേടിയാ. ഡ്രോമയാണ് ഇപ്പൊ. നല്ല ഡ്രോമയുണ്ടല്ലേ? നന്നായിട്ടുണ്ട്. അവിടെയായിരുന്നു ബിസിനസ് ചെയ്തത്? ഓക്കെ. സിനിമയിലേക്ക് വന്നപ്പോൾ സിനിമ നമ്മൾ വെളിയിൽ നിന്ന് കാണുമ്പോൾ ഒരു സംഭവമാണ്, അകത്ത് കയറി കഴിഞ്ഞിട്ട് കുറേ സംഭവങ്ങൾ ഒത്തുചേരുന്ന സംഭവമാണ്. അപ്പം സിനിമ എത്രത്തോളം അതിശയിപ്പിച്ചിട്ടുണ്ട് ഇൻഡസ്ട്രിക്ക് അകത്ത് കയറിയതിന് ശേഷം? നമ്മൾ വിചാരിച്ചതിൽ നിന്നും എത്രമാത്രം വ്യത്യാസമുണ്ട്? ഇപ്പോഴും സിനിമ എന്താണെന്ന് ശരിക്കും പറഞ്ഞാൽ എനിക്ക് അറിയത്തില്ല. അതുകൊണ്ട് എനിക്ക് ഓരോന്നും കിട്ടുമ്പോൾ ഞാൻ ശരിക്കും വിചാരിക്കുന്ന, എനിക്ക് എന്താ പറയാ, ഞാൻ പ്രതീക്ഷിക്കാത്തതൊക്കെ തന്നെ എനിക്ക് കിട്ടിയിട്ടുള്ളത്. പിന്നെ സിനിമ അത്ര വലിയ സംഭവമാണെന്ന് അങ്ങനെ എന്നെ മധ്യഭ്രമത്തിലോട്ടൊന്നും കൊണ്ടുപോയിട്ടില്ല സിനിമ. എനിക്ക് ഉള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത്, ഇപ്പൊ ഇറങ്ങുമ്പം എന്നെ 10 ആൾക്കാർ അറിയും, അപ്പോൾ ഒന്ന് ചിരിക്കും, അല്ലെങ്കിൽ ഒന്ന് ഫോട്ടോ എടുക്കും, അങ്ങനെയൊക്കെ ഉള്ളൊരു ഇത് മാത്രമേ വന്നിട്ടുള്ളൂ. പിന്നെ സിനിമയ്ക്കകത്തുള്ള എന്താ പറയാ, ഈ ആ സാധനമൊക്കെ വേറെ അതൊന്നും പറയാൻ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. അവിടുന്ന് കൊടുന്ന് തുടങ്ങുന്ന ചായക്കപ്പിൽ തുടങ്ങും രാഷ്ട്രീയം. അത് എന്താ പറയാ, അത് ആണ്. അതങ്ങനെ ഒരു വലിയ ഞാൻ പിന്നെ അങ്ങനെയുള്ള ഒരു സംഭവം നമ്മൾ ചോദിച്ചു വാങ്ങിക്കാൻ പാടില്ല. നമ്മൾക്ക് വന്നു ചേർന്നു. അങ്ങനെ ഞാൻ ഒന്നും തന്നെ ഇതുവരെ ഒന്നും എന്റെ ശമ്പളം അല്ലാതെ വേറൊന്നും ഞാൻ ചോദിച്ചു മേടിച്ചിട്ടില്ല. അത് എനിക്ക് തന്നെ അറിയാം. ഒരു സിനിമ കഴിയുമ്പോൾ അടുത്ത സിനിമ കഴിയുമ്പോൾ ട്രീറ്റ്മെന്റിലുള്ള വ്യത്യാസം നമുക്ക് മനസ്സിലാവും. അത് എല്ലാവരും കടന്നു വരണം. നമുക്ക് പെട്ടെന്നൊരു ഇതിലോട്ട് എത്തുന്നവരല്ല ആരും. ഇപ്പൊ ഈ സുഖം അനുഭവിക്കുന്നവരും വന്ന ഒരു കാലമുണ്ട്. അവരും ഇത് തന്നെ കടന്നു പോയിട്ട് ഇപ്പൊ അവിടെ എത്തിയതാ. അതുപോലെ നമ്മൾ എത്തും. അന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ എങ്ങനെയായിരിക്കും? നമ്മുടെ സ്വഭാവത്തിന് മാറ്റം ഉണ്ടായിരിക്കുമോ? ഒരിക്കലും ഇല്ല. ഇപ്പൊ എത്ര 5-6 വർഷമായി. ഇന്നും സിനിമയിലുള്ളവരോട് ചോദിച്ചാൽ മതി, ഞാൻ വന്നത് എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ്. ഇതിനകത്തൊന്നും ഇല്ല. നാളെ നമ്മൾ 0 ആകാം. എന്താ കണ്ടോട്ട് ചാടാറില്ല. ഒരുപാട് സിനിമകള് പോകുന്നുണ്ട് ഇപ്പൊ വെളിയിൽ നിന്നൊക്കെ. നമ്മുടെ മലയാളം ഭയങ്കരമായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടെ. അപ്പോൾ വെളിയിൽ നിന്നുള്ള ഒരുപാട് ആളുകൾ നമ്മളെ വിളിക്കാറുണ്ട്, കോണ്ടാക്ട് ചെയ്യാറുണ്ട്. ആ രീതിയിലേക്ക് പേടിയുള്ള ഏതെങ്കിലും ലാംഗ്വേജ് ഉണ്ടോ? മീൻസ് പോവാൻ ഏതാ അത്? ഹിന്ദി. हमारा देशी भाषा में क्या ഒരു അതെന്റെ പേര് യശ് ഫിലിംസ്. അവരുടെ ഒരു ഓഡിഷൻ കോൾ വന്നപ്പോ ഹിന്ദി മുജെ നൈ മാലൂം എന്ന് പറഞ്ഞ ടൈപ്പ് ചെയ്ത് വിട്ടാച്ച്. ഒരു സംഭവം എനിക്ക് ഭയങ്കര പേടിയാ. അത് ശരി. ഞാൻ ആലോചിക്കുന്നത്, നമുക്ക് ആ ലാംഗ്വേജ് അറിഞ്ഞ് നമ്മൾ അതിനെ മനസ്സിലാക്കി അതിന്റെ ഇതൊക്കെ അങ്ങോട്ട് ഉൾക്കൊണ്ട്, പിന്നെ എൻ്റെ ഒരു മെയിൻ സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഡെലിവറി ചെയ്യുമ്പോൾ അതിനെ ആ കറക്റ്റായ രീതിയിൽ ചെയ്യണമെന്നുണ്ട്. നമുക്കത് ആദ്യം മനസ്സിലാവും. പിന്നെ ഈ ഡയലോഗ് നല്ല അടിപൊളിയായിട്ട് പറയാൻ പറ്റണം. ഡയലോഗ് ഞാൻ തപ്പിയാൽ എൻ്റെ എക്സ്പ്രഷൻ പോവും, എക്സ്പ്രഷൻ പിടിക്കുമ്പോൾ ഡയലോഗ് പോവും. അങ്ങനെ വരാൻ പാടില്ല. അപ്പൊ എനിക്കത് പക്കായിട്ട്, എൻ്റെ ഒരു തെറ്റായിരിക്കും, എൻ്റെ മണ്ടത്തരമായിരിക്കാം, പക്ഷെ ഞാൻ അങ്ങനെ ചിന്തിക്കണം. അതുകൊണ്ട് എനിക്ക് പറയാൻ മേലാത്ത. പക്ഷെ ഹിന്ദി ഒരു 2 ഡയലോഗ് തന്നു കഴിഞ്ഞാൽ അത് കാണാതെ പഠിക്കാൻ പോലും ഉള്ളൊരു ആവത് എനിക്കുണ്ടെന്ന് തോന്നുന്നില്ല. പിന്നെ വല്ല ഡബ്ബൊക്കെ ചെയ്തു തരാൻ, ചുമ്മാ ലിപ്പനയ്ക്കാൻ മതി എന്നൊക്കെ പറഞ്ഞു വരുവാണെങ്കിൽ ഒന്ന് അന്യഭാഷയിൽ എനിക്ക് ഇഷ്ടം തമിഴിലൊരു ഡ്രീം പ്രോജക്റ്റ് ഓണമായിട്ടുണ്ടല്ലേ? പേടിച്ചു പറയുന്നത്. ഓക്കെ, അതിന്റെ ഏറ്റവും അടുത്ത ദിവസത്താണ് നമ്മൾ നിൽക്കുന്നത്. നാളെ ഷൂട്ടിന് പോകാണ്. നന്നായിട്ട് വരട്ടെ എന്ന് ആശംസിച്ചാണ്. കാർത്തിക് സുബ്രാജിന്റെ സൂര്യപടമാണ്. പോയി അടിപൊളിയായി ചെയ്തിട്ട് വരും കേട്ടോ. ഭയങ്കര രസമായിട്ട് വരട്ടെ എന്ന് ആശംസിക്കുകയാണ്.